ഹലോ ടു ഓൾ. ഒരു ഹാപ്പി ന്യൂസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ജർമ്മനിയിലേക്ക് ക്ലീനിങ് ജോബ് വിസാസ് 50+ ക്ലീനിങ് ജോബ് വിസാസിൻ്റെ സ്ലോട്ട്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജർമ്മനിയിൽ വന്ന് ക്ലീനേഴ്സായിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞങ്ങളായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ ഓപ്പണായിട്ട് വന്നിരിക്കുന്ന ജോബ് കാറ്റഗറീസ് പറയുന്നത് 18-നും 40 വയസ്സിനും ഇടയിലുള്ള ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ജർമ്മൻ ലാംഗ്വേജ് ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമല്ല. ജർമ്മൻ ലാംഗ്വേജ് വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. പക്ഷേ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഫ്ലുവൻസി ഉണ്ടായിരിക്കണം. ഇൻ കേസ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഫ്ലുവൻസി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളൊപ്പം വരാം. ബേസിക് ആയിട്ടുള്ള ജർമ്മൻ ലാംഗ്വേജ് നിങ്ങളുടെ വിസ പ്രോസസ്സിങ് നടക്കുന്ന ടൈമിൽ ഞങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ച് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വരുന്ന ക്ലീനിങ് ജോബ്സിനെ കുറിച്ച് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ഞാൻ തരാം. നമുക്ക് ബേസിക്കലി ഇവിടുത്തെ ക്ലീനിങ് ജോബ് എന്ന് പറയുന്നത് 3 കാറ്റഗറീസിലേക്കാണ് നമുക്ക് ക്ലീനിങ് സെക്ഷൻ തിരിച്ചിരിക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റ്സ്, മാൾസ് അല്ലെങ്കിൽ അങ്ങനത്തെ പ്രൈവറ്റ് ആയിട്ടുള്ള സെക്ടേഴ്സിലേക്ക് ക്ലീനിങ്ങിനായിട്ട് പോവുക. അവിടുത്തെ ഫ്ലോർ ക്ലീനിങ്, ദെൻ ഗ്ലാസ് ക്ലീനിങ്, അങ്ങനത്തെ പല കാര്യങ്ങളിലുള്ള റാക്ക് ക്ലീനിങ്, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഡസ്റ്റ് കാര്യങ്ങളൊക്കെ, സ്റ്റോറേജ് റൂമിലെ ഡസ്റ്റ് കാര്യങ്ങളൊക്കെ ക്ലീൻ ഔട്ട് ചെയ്യുക. അങ്ങനത്തെ ഒരു സെക്ഷൻ ക്ലീനിങ് ആണ് നമുക്ക് വരുന്നത്. ദെൻ നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് വരുന്നത് കൺസ്ട്രക്ഷൻ കാറ്റഗറീസിലേക്കുള്ള ക്ലീനിങ്സ് ആണ് വരുന്നത്. കൺസ്ട്രക്ഷൻ കാറ്റഗറീസിലെ ക്ലീനിങ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ കൺസ്ട്രക്ഷൻ സൈറ്റ്സ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അവിടെ പല വേസ്റ്റ് മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കളക്ട് ചെയ്യുക, അതൊക്കെ പ്രോപ്പറായിട്ടുള്ള ഡിസ്പോസൽ കാര്യങ്ങൾ ചെയ്യുക. ദെൻ നമുക്കൊരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ ഇപ്പോൾ കഴിയുമ്പോൾ ഗ്ലാസ്സുമൊക്കെ, വിൻഡോസിൻ്റെ ഗ്ലാസ്സുമൊക്കെ പൊടി ഉണ്ടാവും. അതല്ലെങ്കിൽ ആ കൺസ്ട്രക്ഷൻ സൈറ്റ് റൂമിൻ്റെ ഉള്ളിലൊക്കെ പൊടി ഉണ്ടാവും. അതൊക്കെ ക്ലീൻ ഔട്ട് ചെയ്യുക. ദെൻ ചിലപ്പോൾ ഫ്ലോറിൽ പെയിൻറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടാവും. അതൊക്കെ ക്ലീൻ ഔട്ട് ചെയ്യുക. അങ്ങനത്തെ ക്ലീനിങ് കൺസ്ട്രക്ഷൻ ഇതിൽ. പിന്നെ ഇൻ കേസ് മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഉള്ളിൽ ഒരു സ്ഥലത്ത് കുറേ വേസ്റ്റ് മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ, ഒരു കൺസ്ട്രക്ഷൻ ബിൽഡിങ്ങിൻ്റെ ഇതുണ്ടെങ്കിൽ അതൊക്കെ കളക്ട് ചെയ്ത് അത് അറേഞ്ച് ചെയ്ത് പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുക. അങ്ങനത്തെ വർക്കുകളൊക്കെയാണ് നമുക്ക് ഒരു കാറ്റഗറി വരുന്നത്. ദെൻ നമുക്ക് തേർഡ് കാറ്റഗറി വരുന്നത് 2 സ്റ്റാർ, 3 സ്റ്റാർ, 4 സ്റ്റാർ, 5 സ്റ്റാർ റെസ്റ്റോറൻറ്റ്സിൽ നമുക്ക് ക്ലീനിങ് കാറ്റഗറിയാണ് വരുന്നത്. അവിടുത്തെ ഫ്ലോർ മാറ്റ് കാര്യങ്ങൾ ക്ലീൻ ചെയ്യുക, ഇതുപോലെ തന്നെ ഗ്ലാസ് ക്ലീനിങ്. ദെൻ ഒരു റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ഒരു ഹോട്ടലിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ക്ലീനിങ്സ് ആണോ നമുക്ക് വരുന്നത്, ആ കാറ്റഗറിയിലൊക്കെ ഉള്ള ക്ലീനിങ്സ് കാര്യങ്ങളെല്ലാം ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് അടുത്തത് വരുന്നത്. അപ്പോൾ ഡിറ്റർമിൻഡ് ആയിട്ട് ഹാർഡ് വർക്കിങ്ങിലോട് കൂടി ജർമ്മനിയിൽ, യൂറോപ്പിൽ ഒരു സേഫായിട്ടുള്ള ഒരു എൻവയറമെൻറ്റിൽ നല്ല ഏണിങ്സോട് കൂടി ജോലി ചെയ്യാനായിട്ട് താല്പര്യമുള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ യൂറോപ്പിലേക്ക് എന്തെങ്കിലും ഒരു ഓഫറിൽ വന്ന് എന്തെങ്കിലും ഒരു ജോലി ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ അടുത്ത് പല ആൾക്കാരും കോൺടാക്ട് ചെയ്ത് നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷൻ കൂടിയാണിത്. നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഇല്ല ഉണ്ട്, ജർമ്മനിയിൽ വന്ന് ജോലി ചെയ്യാൻ പറ്റിയ ഒരു അൺസ്കിൽഡ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഇപ്പോൾ നമ്മൾ, ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് നമ്മൾ പറയുന്നത്. നല്ല സാലറി ഉണ്ട്, അക്കോമഡേഷൻസ് കാര്യങ്ങളെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്ത് തരും, പിക്കപ്പ് കാര്യങ്ങളെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്ത് തരും. നിങ്ങൾക്ക് ഇയർലി നിങ്ങൾക്ക് ലീവ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വിസ നിങ്ങൾക്ക് റിന്യൂ ചെയ്ത് കിട്ടുന്ന വിസയാണ്. അപ്പോൾ അങ്ങനെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് കാര്യങ്ങളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ജർമ്മൻ ഓഫീസായിട്ടോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഓഫീസായിട്ടോ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. നമുക്ക് സീറ്റ്സ് ഉണ്ട്, 50+ സീറ്റ്സ് ഉണ്ട്. നമ്മൾ ഇനി ഇത് എല്ലാ കൊല്ലവും നമ്മൾ ഇതുപോലെ തന്നെ ഒരു 50+ സീറ്റ്സ് ക്ലീനിങ് കാറ്റഗറിയിലേക്ക്, അൺസ്കിൽഡ് കാറ്റഗറിയിൽ നമ്മൾ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് ഇനി വരും കൊല്ലങ്ങളിലും നമ്മൾ ചെയ്യും. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ സേഫ് ആകാനായിട്ട് ജർമ്മനിയിൽ വന്ന് യൂറോപ്പിലേക്ക് സെറ്റിൽ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനും കൂടിയാണ്. നിങ്ങൾക്ക് ജർമ്മൻ ലാംഗ്വേജ് ഇല്ലെങ്കിലും, ഒരു പ്രൊഫഷണൽ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഹൈ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട്സോ കാര്യങ്ങളോ ഇല്ലെങ്കിലും നിങ്ങൾക്ക് യൂറോപ്പിലേക്ക് വന്ന് നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആൻഡ് സേഫ് ആക്കാൻ പറ്റിയൊരു ഓപ്ഷൻ കൂടിയാണിത്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പ്ലസ് ഇതിൻ്റെ ഒപ്പം നമ്മളൊരു കാര്യം കൂടി അഡീഷണൽ ആയിട്ട് പറയുന്നു. നാട്ടിൽ നിന്ന് ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാംസിലേക്കൊക്കെ പോകാനായിട്ട് ട്രൈ ഔട്ട് ചെയ്തിട്ട് വിസ കിട്ടാണ്ട് നിൽക്കുകയോ അല്ലെങ്കിൽ ലാംഗ്വേജ് പാസ്സാവാണ്ടൊക്കെ നിൽക്കുന്ന കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഷോർട്ട് ടേം ക്ലീനിങ് വിസ ക്രൈറ്റീരിയയും കൂടി ഉണ്ട്.
അപ്പോൾ അവർക്കും അപ്ലൈ ചെയ്ത് പോരാനായിട്ട് സാധിക്കും. ഷോർട്ട് ടേം വിസയാണത്. അതായത് നമുക്ക് ജർമ്മനിയുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് ഹൗസ് ബിൽഡിങ്ങിന് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ പെട്ടെന്നായിട്ട് അത് ഗ്രാൻഡ് ചെയ്ത് വിസ ചേഞ്ചിങ് ഗ്രാൻഡ് ചെയ്ത് കിട്ടും. അപ്പോൾ ആ ടൈം പീരീഡിലേക്ക് അങ്ങനത്തെ ഒരു ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് വരാനായിട്ട് ഒരു ഷോർട്ട് ടൈം വിസ അറൗണ്ട് 8 to 10 months ഒരു വിസയാണ് അത് പ്രൊവൻഷൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ കാറ്റഗറിയിലേക്ക് പോകാനായിട്ട് താല്പര്യപ്പെട്ട് നിൽക്കുന്ന കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ സാലറിയോട് കൂടി ഇവിടെ വന്നിട്ട് 5 അല്ലെങ്കിൽ 6 അല്ലെങ്കിൽ ഒരു 7 അല്ലെങ്കിൽ 8 മാസം ഇവിടെ നിന്ന് വർക്ക് ചെയ്ത് നെക്സ്റ്റ് ഹൗസ് ബിൽഡിംഗ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലേക്ക് അതിലേക്ക് കൺവേർട്ട് ചെയ്ത് കയറാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ അവർക്കും ഈ ക്ലീനിങ് കാറ്റഗറിയുടെ ഷോർട്ട് ടൈമിൻ്റെ ഇത് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും. ഇവിടെ വരിക, അവർ ജോലി എടുക്കുക, ജോലിയോടൊപ്പം തന്നെ ഹൗസ് ബിൽഡിങ്ങിനുള്ളതായിട്ടുള്ള ഒരു കാര്യം അവർ ട്രൈ ഔട്ട് ചെയ്യുക. വൺസ് നിങ്ങൾക്ക് ഹൗസ് ബിൽഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ അറേഞ്ച് നിയറസ്റ്റ് ആയിട്ടുള്ള ഇൻടേക്കിൽ അറേഞ്ച് ആകുമ്പോൾ നിങ്ങൾ വിസ കൺവേർട്ട് ചെയ്ത് ഹൗസ് ബിൽഡിങ്ങിലേക്ക് കയറാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിന് നമ്മൾ ഷോർട്ട് ടൈം ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതല്ലാത്ത കാൻഡിഡേറ്റ്സിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതല്ലാത്ത കാൻഡിഡേറ്റ്സിന് ലോങ് ടൈം റിന്യൂവബിൾ വിസയാണ്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ജർമ്മൻ ലാംഗ്വേജ് ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമല്ല. വീണ്ടും പറയുന്നു, ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഫ്ലുവൻസി ഉണ്ടായാൽ മതി. ഇതൊരു സുവർണ്ണ അവസരമായിട്ട് കരുതുക. ഇങ്ങനത്തെ അവസരങ്ങൾ, ഇങ്ങനത്തെ ഓപ്ഷൻസൊക്കെ വരൽ ഭയങ്കര കുറവാണ്. അപ്പോൾ ഈ ഓപ്ഷനിൽ വന്ന് ഇവിടെ വർക്ക് ചെയ്യാനായിട്ട് താല്പര്യപ്പെട്ട് വെക്കുന്ന കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ, ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും എത്രയും പെട്ടെന്ന് ഞങ്ങൾ ഓഫീസിലായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. 50+ സീറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും ഇത് പെട്ടെന്ന് തന്നെ ഫില്ലായി പോകും, നമുക്കറിയാം. അത്രയധികം എൻക്വയറീസ് നമ്മുടെ ഓഫീസിൽ, ജർമ്മൻ ഓഫീസിലും കേരളത്തിലെ ഓഫീസിലൊക്കെ വരാറുണ്ട്. അപ്പോൾ ആദ്യം വരുന്ന ആൾക്കാർക്കാണ് ഈ ഓപ്ഷൻസ് അവൈലബിൾ ചെയ്ത് കിട്ടുള്ളൂ. ആദ്യം വരുന്ന ആൾക്കാരെ നമ്മൾ ഫയൽസ് കാര്യങ്ങളെല്ലാം സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് വരുന്നവർ നെക്സ്റ്റ് ഇയറിലേക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും. അത് നമ്മളൊരു ഉറപ്പായിട്ട് നമ്മൾ പറയും, നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും. അപ്പോൾ ഈ പ്രോഗ്രാമിൽ ജർമ്മനിലേക്ക് വരാനായിട്ട് താല്പര്യപ്പെട്ട് നിൽക്കുന്നവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഓഫീസായിട്ട് ബന്ധപ്പെടുക. അൺസ്കിൽഡ് കാറ്റഗറിയിൽ വരാനായിട്ടുള്ള ഓപ്ഷനാണ്. ഇനി നമ്മളടുത്ത് ചോദിക്കരുത് ഞങ്ങളെപ്പോലെയുള്ളവർക്ക് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിങ് പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ടിങ് ഇല്ലാത്തവർക്ക് വരാനായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു അവസരം ഉണ്ടാക്കി തരുമോ എന്നാരും ചോദിക്കരുത്. അവസരം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ അവസരം പ്രയോജനപ്പെടുത്തുക എന്നതാണ് മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഓഫീസായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ചൂസ്.